എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Five of Pentacles, Eight of Pentacles, Ten of Pentacles, King of Wands, Fool of Cards, the Devil energy. So നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ദ ഫൂൾ എനർജിയാണ് നിങ്ങളുടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി പുറകിലാണ്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ആക്ച്വലി ഇവിടുത്തെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ അത്ര പരാധീനതയോ അല്ലെങ്കിൽ അത്രയ്ക്ക് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും അല്ല നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളത് സാമ്പത്തിക കാര്യത്തിൽ. പക്ഷേ നിങ്ങളുടെ ഇഷ്യൂ എന്ന് പറയുന്നതും ആദ്യം തന്നെ നിങ്ങളുടെ മൈൻഡിൽ നെഗറ്റിവിറ്റി ഭയങ്കരമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പൈസ കയ്യിലേക്ക് വരുന്നു, പണം സമ്പാദിക്കുന്നു. എത്ര വലിയ ജോലിയാണെങ്കിലും പണം സമ്പാദിക്കുന്നു എന്നുള്ളതിലല്ല, സമ്പാദിക്കുന്ന പണം എങ്ങനെ സംരക്ഷിക്കാം, അതെങ്ങനെ ഉപയോഗിക്കാം, അത് ബഡ്ജറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളെങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി, നിങ്ങളുടെ മൈൻഡിൽ നെഗറ്റിവിറ്റി മാറ്റി ഐ ഹാവ് ഇനഫ്, അതല്ലെങ്കിൽ എനിക്ക് ആവശ്യത്തിനുള്ള സാമ്പത്തിക ശേഷി എനിക്കുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിലെ നിങ്ങൾ ആദ്യം തിരുത്തി പറയേണ്ടതുണ്ട്. കാരണം ഇവിടുത്തെ ഒരു എനർജി പറയുന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റും എത്ര പൈസ സാമ്പത്തികം കയ്യിലുണ്ടെങ്കിലും ഒന്നുമില്ല എന്നുള്ളൊരു ഫീലിംഗാണ്. നമ്മൾ പറയുമല്ലോ മനസ്സുകൊണ്ട് ധനവാനാണ് എന്ന് ചിന്തിക്കുന്ന പോലെ, അതിനർത്ഥം ധനം വേണ്ട എന്നുള്ളതല്ല, ധനം സമ്പാദിക്കുന്നത് അത് എങ്ങനെ ഏത് രീതിയിൽ ഉപയോഗിക്കണം, എവിടെ സേവ് ചെയ്യാം, എത്രയൊക്കെ, ഇതൊക്കെ നിങ്ങളുടെ ചിന്തകൾ അതിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയും സേവ് ചെയ്യുന്ന രീതികൾ, ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെ, എങ്ങനെ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നതൊക്കെ നിങ്ങൾക്ക് നല്ല പ്രയോജനം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നത് നന്നായിട്ട് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. ബിലീവ് ഇൻ യുവർ സെൽഫ്. ഫസ്റ്റ് നിങ്ങൾ ബിലീവ്, കാരണം ഇവിടെ ഒരു മൈൻഡ് സെറ്റ് ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി. നമ്മൾ പറയും ശത്രു സംഹാര പൂജ ചെയ്യിക്കുന്ന കാര്യം പറയാറുണ്ട്. അപ്പോൾ ശത്രു സംഹാര പൂജ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശത്രു, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഇതേപോലെയുള്ള നെഗറ്റീവ് ഫീലിങ്സ്, മറ്റുള്ളവരോടുള്ള ദേഷ്യം, അല്ലെങ്കിൽ നമ്മളെ തന്നെ കുറച്ച് കാണുന്ന നെഗറ്റിവിറ്റീസ്, ഈ പറയുന്ന എല്ലാ നെഗറ്റിവിറ്റീസും നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ തന്നെ ശത്രുവാണ്. അപ്പോൾ അത് റിലീസ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലിയോ പൂജയോ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ അത് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ മെഡിറ്റേഷൻ നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അഫർമേഷൻസ് കാര്യങ്ങൾ ചെയ്യാം. വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കേണ്ടത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ചെയ്യാൻ ഇത് പറ്റുമെന്നുള്ള ചിന്തയാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. ഈ ഒരു എനർജി കുട്ടികളിൽ, അതായത് വിദ്യാർത്ഥികളിലും കാണിക്കുന്നുണ്ട് ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച്. അതായത് എന്നെക്കൊണ്ട് പറ്റും. ഇപ്പോൾ പരീക്ഷകളൊക്കെ എഴുതുന്ന, എന്തെങ്കിലും പരീക്ഷ കാര്യങ്ങളൊക്കെ എഴുതുന്നു, മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവരൊക്കെ ആണെങ്കിൽ ഇതെന്നെക്കൊണ്ട് പറ്റും, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒത്തിരി നെഗറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഒന്ന് പുറത്തേക്ക് വരണമെങ്കിൽ നിങ്ങൾ ആദ്യം അത് ഉറപ്പിക്കണം, ഇതിന്ന് പുറത്ത് വരണമെന്ന്. അഫർമേഷൻസ് ഒക്കെ ട്രൈ ചെയ്യുന്നതും അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളോട് തന്നെ പറയുക നല്ല രീതിയിൽ. അതായത് നമ്മളെപ്പോഴും നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഐ ആം ഹാപ്പി, ഐ ഹാവ് ഇനഫ് എന്നുള്ളത് ചിന്തിച്ചാൽ നിങ്ങളുടെ കൈകളിലേക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് വരുന്നുണ്ടാവും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് കിങ് ഓഫ് വോൺസ് എനർജിയാണ്. വിദേശത്തേക്ക് പോകാനായിട്ട് കുറച്ച് നാളായിട്ട് ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള അവസരം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്ന ആളുകൾ, വർക്കിന് പോകുന്നത്, ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്ന പലതരത്തിൽ പഠിക്കാൻ പോകുന്ന പല രീതികളിലുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ അടുത്തിടയ്ക്ക് ഇപ്പോൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ മറ്റ് ചില രാജ്യങ്ങളിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതിന് സാധ്യതകൾ ഏറെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, അങ്ങനെ ഇമിഗ്രേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രാജ്യങ്ങളിലേക്ക്. പക്ഷേ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അവിടെ ഒരു പുതിയ ജീവിതമാണ് നിങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഏത് രീതിയിലുള്ളൊരു ജോബും അതായത് ചിലപ്പോൾ നിങ്ങളൊരു ഹയർ പൊസിഷനിലായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഉള്ള രാജ്യത്ത് നിൽക്കുന്നത്. അപ്പോൾ പുതിയൊരു രാജ്യത്തേക്ക് പോയി സെറ്റിൽ ചെയ്യുമ്പോൾ ആദ്യം മുതൽ തുടങ്ങണം. അപ്പോൾ ചെറിയൊരു ജോലിയിൽ നിന്ന് തുടങ്ങേണ്ടി വരും. അപ്പോൾ അത് മനസ്സിൽ വെച്ച് ഉറപ്പിച്ചിട്ട് പോകാതെ കുറച്ച് നാൾ ചിലപ്പോൾ ആ ജോലി ചെയ്യേണ്ടി വരും. അപ്പം
പെട്ടെന്ന് ഗീവ് അപ്പ് ചെയ്യുന്നൊരു സ്വഭാവമാണ് നിങ്ങളിലുള്ളത് എങ്കിൽ അതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് അതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് പോകുക. അല്ലാത്ത പക്ഷം നിങ്ങളെ എപ്പോഴും ഡിപ്രസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. പക്ഷേ നിങ്ങൾ വിജയിക്കും ജീവിതത്തിൽ എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് പോവാം. പിന്നെ ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ചില ആളുകൾ വിദേശത്തേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകുന്ന എനർജി സൂചിപ്പിക്കുന്നുണ്ട്. 8 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ് സിറ്റുവേഷൻ നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. ബിസിനസ് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നക്ഷത്രങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ബിസിനസ് ചെയ്യാൻ പോകുന്ന ആളുടെ നക്ഷത്രം നിങ്ങളായിട്ട് ബിസിനസ്സിൽ പറ്റുമോ എന്നുള്ളത് നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ടാരോ എങ്ങനെയായാലും അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിലേക്ക് പോവുക. പിന്നെ ഇനി അഥവാ അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ആരുടെ കൂടെയാണ് ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്നത് ആ വ്യക്തിയുടെ നിലപാടുകൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ വ്യക്തി ഇത്രയും എന്താ പറയുക ഓവർ ആംബിഷ്യസ് ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന രീതിയിലല്ല, പെട്ടെന്ന് വളരെയധികം ഓവറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അല്ലെങ്കിൽ പണമിടപാടുകൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു പണം ഇരട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ചില കൊച്ചു ഇല്ലീഗലായിട്ടുള്ള രീതിയിൽ, വലിയ രീതിയിലല്ലെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ, പണം ഇരട്ടിപ്പ്, അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പണം ആ വ്യക്തി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഈ ഒരു മേഖലയിൽ പുതിയതായിരിക്കും. ഇപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവാം, പക്ഷേ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ചില വ്യക്തികൾ നിങ്ങളായിട്ട് ചേർന്ന് പോകുമോ എന്ന് നോക്കേണ്ടത് അനിവാര്യമാണ്. ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുകയാണെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയമാണ്. പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ട് ഭയങ്കര അറിയാൻ താല്പര്യം, ക്യൂരിയോസിറ്റി കൂടുതലൊക്കെ ആയിരിക്കും. അപ്പോൾ പുതിയതായിട്ട് അറിയുന്ന കാര്യങ്ങൾ എന്താണോ, ആരായിട്ടാണ് പുതിയതായിട്ട് പരിചയപ്പെടുന്നത്, ആരെന്താ എവിടെ എങ്ങനെ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് പാരൻസ് ശ്രദ്ധിക്കുന്നതും നല്ലതായിരിക്കും. അനാവശ്യ കൂട്ടുകെട്ടോ നെഗറ്റിവിറ്റിയിലൊന്നും പോയി പെടാതിരിക്കാം. പുതുമയുള്ളത് എന്തും വളരെയധികം ആകർഷിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പുതുമയുള്ളതെല്ലാം പോസിറ്റീവ് ആയിരിക്കണം എന്നില്ല എന്നുള്ളത് കൂടി ചിന്തിക്കുക. അല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കുക. 10 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഫൂൾ കാർഡാണ്. ഫാമിലി ലൈഫ് വളരെയധികം സന്തുഷ്ടമായിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ പറഞ്ഞ പോലെ കുട്ടികളും പാരൻസും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കുട്ടികളായിട്ട് നിലനിർത്താനും അത് സംസാരിക്കാനും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സൗഹൃദം ഈ എന്ത് കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കുകയും അതുപോലത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നതാണ്. പിന്നെ ഗ്രാൻഡ് പാരൻസ്, അതായത് അച്ഛനമ്മമാരെ, നിങ്ങളുടെ മുത്തശ്ശി അതുപോലെ അവരായിട്ട് സമയം ചെലവഴിക്കാനും അവരെ കണ്ടെത്താനും, അതായത് അവരെ കാണാൻ ഒത്തിരി നാളുകൾക്ക് ശേഷം, അതായത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള കാര്യം പറയാനുള്ളൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ, അതായത് നിങ്ങളുടെ പാരൻസ് നിങ്ങളും തമ്മിൽ അങ്ങനെ ഒരു നല്ല ബന്ധമായിരിക്കില്ല. അപ്പോൾ അവർ തമ്മിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളായിട്ട് നല്ലൊരു ബന്ധം പുലർത്തുക, നിങ്ങളുടെ പാരൻസിനെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും എന്തൊരു തരത്തിലുള്ള കണക്ഷനാണോ ആഗ്രഹിച്ചത് അതുപോലെ സംസാരിക്കാനും അതുപോലെ പാരൻസിൻ്റെ കൂടെ ഇരിക്കാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു സിറ്റുവേഷൻ, നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഫാമിലിയിൽ കാണുന്നത്. പിന്നെ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാർ, ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയായിട്ട് സമയം ചിലവഴിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെ ഉള്ളത് ഒത്തിരി നിങ്ങൾക്ക് ഹാപ്പിനെസ് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പിന്നെ ലൈഫ് പേർപ്പസ് നിങ്ങളുടെ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണിത്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, നിങ്ങൾ പഠിച്ചു, നല്ല ജോലി നേടി, അല്ലെങ്കിൽ കുടുംബം നോക്കി പല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ എന്നിട്ടും ഈ പ്രായത്തിൽ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ നിയോഗം എന്താണോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിച്ചില്ല, അത് ശ്രമിച്ചില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ തേടുകയാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് അത് മനസ്സിലാവില്ല, കാരണം അവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ, ഒറ്റപ്പെടൽ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ അതിനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒറ്റപ്പെടൽ അത് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു റീസൺ അല്ല.
നിങ്ങൾക്ക് എന്തൊക്കെയോ കണ്ടെത്താനുണ്ട്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിയോഗം കണ്ടെത്തണം എന്നുള്ളതാണ്. അത് നിങ്ങൾ കണ്ടെത്തുന്നൊരു സമയം കൂടിയിട്ടായിരിക്കും ഈ ഒരു മാസം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.